ഈ ബ്ലൗസിന്റെ കൂടെ ഈ സാരി പെയർ ചെയ്തപ്പം കുറച്ചുകൂടെ ഭംഗിയല്ലേ? ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിതിന് സിമിലർ ആയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ബ്ലൗസ് ശരിക്കും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ കട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിത് അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ. സോ ഇഫ് യു വാണ്ട് നമുക്കത് സ്റ്റിച്ച്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞാൽ മതി. ഈ ഒരു സെയിം ലുക്കിൽ സ്റ്റിച്ച്ഡ് ആയിട്ട് വേണം എന്നുള്ളത് നമ്മൾ മെറ്റീരിയൽ ആയിട്ടായിരിക്കും എന്തായാലും അത് നമുക്ക് വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും കേട്ടോ. ആൻഡ് ഈ ഒരു കോമ്പിനേഷൻ്റെ അതിനകത്ത് വാട്ട് മേക്സ് ഇറ്റ് ബെറ്റർ ഇസ് ആക്ച്വലി ദ ബ്ലൗസ്. ആൻഡ് ഇതിൻ്റെ തന്നെ റണ്ണിങ്ങിൽ വരുന്ന ബ്ലൗസും ആക്ച്വലി വെരി പ്രിട്ടി ആണ്. നമുക്ക് അതെന്തായാലും സാരി നമുക്ക് ഇതിനകത്ത് 3 കളർ ഓപ്ഷൻസും ഓപ്പൺ ചെയ്തൊന്ന് നമുക്ക് കാണാം. ആൻഡ് ഇതിൻ്റെ കളേഴ്സ് നമുക്ക് ലൈറ്റ് ഗോൾഡൻ യെല്ലോ ആൻഡ് പിങ്ക് ആൻഡ് ടീൽ ബ്ലൂ കളേഴ്സിലാണ് നമുക്ക് 3 കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്, ക്യാരി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പോയിന്റ് എംബ്രോയിഡറിയിലാണ് വന്നിട്ടുള്ളത്. സെയിം ഫാബ്രിക് തന്നെയാണ് അതിനകത്ത് വരുന്നത്. ടസറിൻ്റെ ഒരു ഫിനിഷാണ്. പക്ഷെ കുറച്ചും കൂടി നമ്മളുടെ ഇത് ഡോള സിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഫോളാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയലിനകത്ത് നമുക്ക് കിട്ടുന്നത്. നല്ല ബ്രോഡായിട്ടുള്ള ലുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ഫീൽ നമുക്കവിടെ കിട്ടും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഓവർ ഡൺ ആയിട്ടുള്ള ഒരു ലുക്ക് വരാതെ എലഗൻറ്റ് സട്ടിൽ ആയിട്ടുള്ള ഒരു ക്ലാസി ടേസ്റ്റിൻ്റെ അകത്ത് പോവുകയും ചെയ്യും കേട്ടോ. അപ്പം ബ്ലൗസ് നമ്മൾ ഇതേപോലെ തന്നെ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി ബെറ്റർ ഇഫ് യു ഗോ ഫോർ എ ക്ലോസ്ഡ് നെക്ക്, അങ്ങനെയുള്ള ഒരു ലുക്ക്. ഇപ്പം വൈഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ വൈറ്റിൻ്റെ അകത്ത് ചെയ്ത് കഴിഞ്ഞാലും നല്ല രസമായിരിക്കും. അങ്ങനത്തെ 2 ലുക്കും ആക്സസറൈസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെ യു ക്യാൻ ഗോ വിത്ത് പേൾ ആക്സസറീസ്. ആൻഡ് ഈ ഒരു ലുക്കിൻ്റെ കൂടെ മേ ബി യു ക്യാൻ ഗോ വിത്ത് ഫോർ ഒരു ഇപ്പോൾ നമുക്ക് ടീൽ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഒരു പേസ്റ്റൽ ഡയമണ്ട് ഇസ് വൺ ഓപ്ഷൻ. ആ ഒരു സ്റ്റോൺ ലുക്കിൻ്റെ കൂടെ പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കളേർഡ് സ്റ്റോൺസിനകത്ത് വന്നിട്ടുള്ള ഒരു ചോക്ക പാറ്റേൺ, അങ്ങനെയുള്ള ലുക്കും കൂടെ പേൾ മിക്സ്ഡ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇത് ഈ ഓൺ പ്ലീറ്റഡ് ആണെങ്കിലും അടുക്കി കുത്തി ഉടുക്കാനാണെങ്കിലും, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡ്രേപ്പ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ യു വുഡ് ഹാവ് ആക്ച്വലി ഫിഗർഡ് ഔട്ട്. കണ്ടോ, ഇതുകൂടി പറഞ്ഞിട്ട് ഞാനങ്ങ് വിടാം കേട്ടോ. അതിന് ഇത് നല്ല റൗണ്ട് ആയിട്ടുള്ള പ്ലീറ്റ്സാണ് കിടക്കണം. നമുക്കിത് ആ ഒരു ഷേപ്പ് എങ്ങനെ വരും എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് വന്നിട്ട് നമ്മളൊരു ഷേപ്പ് വെയർ ഒക്കെ ആയിട്ടുള്ള സ്കേർട്സ് യൂസ് ചെയ്ത് ഡ്രേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഒതുങ്ങിയിട്ട് താഴോട്ട് വന്നിട്ട് നന്നായിട്ട് ഓപ്പൺ ചെയ്ത് കിടക്കും. ആൻഡ് ഈ പറഞ്ഞ പോലെ ഈ അടുക്കി കുത്തിയ ലുക്ക് വരുമ്പോഴത്തേക്ക് ഒതുങ്ങുന്ന മെറ്റീരിയലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം 3 കളേഴ്സിൻ്റെ അകത്ത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്ന കളക്ഷൻ. വൈറ്റും ബ്ലാക്കും എപ്പോഴും എല്ലാവരുടെ ഒരു വീക്ക്നെസ് ആയിരിക്കും അല്ലേ. അപ്പം ഓർഗൻഡി കളക്ഷൻസിൽ വന്നിട്ടുള്ള കുറച്ച് വൈറ്റ് സാരീസിൻ്റെ കളക്ഷൻസാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആൻഡ് 2 സാരീസാണ് ഈ 2 ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്ന സാരീസാണ്. എല്ലാം വൈറ്റിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ആ ഒരു വർക്കും ആ ഒരു ത്രെഡിൻ്റെ കളറും ചേഞ്ച് വരുന്നുണ്ട്. ആൻഡ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന പ്യുവർ വൈറ്റിലാണ് വന്നിരിക്കുന്നത്. ബോഡി ഫുള്ളും ഈ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഫ്ലോറലിൽ കുറച്ചും കൂടെ ബോർഡർ ലെസ്സാണ് വരുന്നത്. താഴോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ബോർഡറിൽ ഈ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് കുറച്ചും കൂടെ ഒരു വിക്തായിട്ടൊരു ഫ്ലോറലിൻ്റെതാണ് കൊടുത്തിരിക്കുന്നത്. സോളിഡായിട്ടാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്കൊരു ചർച്ച് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നല്ല കളക്ഷൻസുമാണിത്. ചർച്ച് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടും പറ്റും. റണ്ണിങ്ങിലാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഇതാണ് പ്ലീറ്റ് എടുത്ത് കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയലും കൂടെയാണ്. പ്ലീറ്റ് എടുത്ത് ഒതുക്കി വയ്ക്കുവാണെങ്കിൽ നിൽക്കുന്നൊരു മെറ്റീരിയലും കൂടെയാണ് കേട്ടോ. ദിസ് ഈസ് ഫസ്റ്റ് വൺ. ആൻഡ് സെക്കൻഡ് വൺ വരുന്നത് ഇതാണ്. ഇത് കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങുന്നൊരു മെറ്റീരിയലാണ്. അത് കുറച്ചും കൂടെ റഫായിട്ട് നിൽക്കുന്നെങ്കിലും ഇത് കുറച്ചും കൂടെ ഒന്ന് ഒഴുകി കിടക്കുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇതാണ് പല്ലുവിൻ്റെ എഡ്ജിലും ഒരു ത്രെഡിന് തന്നെ സ്കാലപ്പ് കൊടുത്ത് വരുന്നുണ്ട്. പിന്നെ ബോഡിയിൽ സ്ക്രാറ്റേഡ് ആയിട്ട് ഒരു മിഷൻ എംബ്രോയ്ഡറി തന്നെയാണ്. ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ ബോർഡർ വരുന്നുണ്ട്. ബോർഡറിലും ഈ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് തന്നെയായിട്ട് വരുന്നത്. ബോഡിയിലോട്ട് ഈ ഒരു സ്കാറ്റേഡ് ആയിട്ടാണ് ഈ ഒരു ഫ്ലോറലിൻ്റെ ത്രെഡ് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വരുന്നത്. ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടെ ഈ ഫ്ലോറൽ ഈ ബോഡിയിൽ സ്കാറ്റേഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് തന്നെ കുറച്ചും കൂടെ വിക്തായിട്ട് കൊടുത്തിരിക്കുന്ന ബോർഡറിങ് ഡീറ്റെയിലാണ്. ഇതാണ് പല്ലു.
റണ്ണിങ്ങിൽ തന്നെയാണ് സോളിഡ് ആയിട്ട് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഈ ഒരു ബോർഡറിങ് കൂടെ ബ്ലൗസ് പീസിൽ വരുന്നുണ്ട്. സ്ലീവ്സിൻ്റെ എൻഡിലായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഞാൻ എല്ലാം തുറന്ന് കാണിക്കുന്നില്ല, എല്ലാം ഒരേ പാറ്റേണൊക്കെയാണ്, പക്ഷേ ത്രെഡ്സ് മാത്രമാണ് നമുക്ക് കളർ ചേഞ്ച് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതാണ് കേട്ടോ. ഇതിൽ സെയിം ഞാൻ കുറച്ച് മുന്നേ കാണിച്ച ആ വർക്ക് തന്നെയാണ്, പക്ഷേ ത്രെഡ് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് നമുക്ക് വന്നിരിക്കുന്ന ത്രെഡ്. ഇതിലും ബോർഡറിങ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ദിസ് ഈസ് പല്ലുവിലൊരു സ്കാലപ്പ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഇതാണ് സോളിഡ് ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. സെയിം ആ ഒരു ബോർഡറിങ് ഡീറ്റെയിലിംഗ് തന്നെ വരുന്നുണ്ട്. പ്ലീറ്റ് എടുത്ത് വയ്ക്കുമ്പം ഈ ഒരു വർക്ക് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് വരും. നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. വൈറ്റാണ്, നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇതാണ്. സോളിഡായിട്ട് ബ്ലൗസ് പീസ് വരുന്നെങ്കിലും ഈ സാരിയുടെ ആ ത്രെഡ്സ് യൂസ് ചെയ്തല്ല ചെറിയൊരു വർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. പ്ലെയിൻ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ കുറച്ച് പഫ് സ്ലീവ്സ് ഒക്കെ കൊടുക്കുകയോ ഒരു ബ്ലൗസിൽ എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടെ ഹൈലൈറ്റ്. ഇതാണ് നെക്സ്റ്റ് ലുക്ക്. ഇതിലും നമുക്കൊരു ടീൽ ഗ്രീനിൻ്റെ ഒരു ത്രെഡ് വീവിങ് ആണ് ഫുള്ളും കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് പല്ലു. ബ്ലൗസ് പീസ് സോളിഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് സെയിം ഫസ്റ്റ് ഞാൻ കാണിച്ചു തന്നെയാണ് കേട്ടോ. പ്യുവർ വൈറ്റിൽ തന്നെയാണ്, ഫുള്ളി ഫ്ലോറലാണ്. പക്ഷേ ഈ ഫ്ലോറലാണെങ്കിലും കുറച്ച് നമുക്ക് ഈ മടക്കി വയ്ക്കുന്നതിന് നിങ്ങൾ ഉടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതിൽ നമ്മൾ പ്ലീറ്റഡ്സ് വയ്ക്കുമ്പോൾ ഈ ഒരു വർക്കായിരിക്കും നമ്മുടെ അത്യാവശ്യം കാണുന്നവർക്കും ഈ ഒരു വർക്കായിരിക്കും കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കും കൂടെയാണ്. ഇൻസൈഡ് വരുമ്പോൾ ഇൻസൈഡും നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതും റണ്ണിങ്ങിൽ സോളിഡ് ആയിട്ടാണ് കേട്ടോ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇതാണ്. നമുക്ക് വീട്ടിലിപ്പം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വല്ല ഗിഫ്റ്റൊക്കെ നിങ്ങൾ കൊടുക്കാൻ നടക്കുന്നവരാണെന്നെങ്കിലും ഇങ്ങനത്തെ സാരീസൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ കുറച്ചും കൂടെ, ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ളവർ ഒത്തിരി ഡാർക്ക് കളേഴ്സോ ഒന്നും യൂസ് ചെയ്യത്തില്ലല്ലോ, കൂടുതൽ വൈറ്റൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം അവർക്കിത് കൊടുക്കാൻ നല്ലൊരു ഓപ്ഷനായിരിക്കും. ഒത്തിരി ഒതുങ്ങിയിരിക്കുന്ന മെറ്റീരിയലും കൂടെയാണ് കേട്ടോ. ഒത്തിരി പടപടപ്പുള്ള മെറ്റീരിയലല്ല, അടുക്കി കുത്തി ഉടുത്താലും ഒതുങ്ങിയിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. നെക്സ്റ്റ് വരുന്ന ഇതാണ്. ഇതിലും ആ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് തന്നെയാണ് വരുന്നത്. സെയിം നേരത്തെ കാണിച്ചതിൻ്റെ സെയിം ആണ്, അതിനെ കാണിച്ച് ജസ്റ്റ് പോകുന്നത്. കളർ ചേഞ്ച് മാത്രം വരുന്നുണ്ട്. ഇതിൽ വരുന്നത് ഒരു മെഹന്തി ഗ്രീൻ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിലും സോളിഡ് ആയിട്ടാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടുത്ത ഫോട്ടോ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഇതാണ്. ഇതിലും എനിക്ക് ഈ രണ്ട് പാറ്റേണും കാണിച്ചിട്ട് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു പാറ്റേൺ. കാരണം ഈ ഒരു ഫ്ലോറൽ വരുമ്പോൾ എന്നെ ഏജ് ഗ്രൂപ്പൊന്നും ഇല്ല, ഉടുക്കുന്ന സ്റ്റൈലും നമ്മൾ വേറെ ഓർണമെൻറ്റ്സും പോലെ ഇരിക്കും അതിൻ്റെ സാരിയുടെ സ്റ്റൈൽ. ഇതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഫ്ലോറൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് സെയിം ഇതാണ്. ഇതിലൊരു പീച്ച് ഷെയ്ഡിൻ്റെ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഫ്ലോറൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിലെല്ലാം പ്ലെയിൻ വൈറ്റ് ആയിട്ടാണ് കേട്ടോ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ബ്ലൗസ് പീസാണ് ഇത്. ഇതിൽ പ്രത്യേകിച്ചൊരു വർക്കും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ത്രെഡ്സിൻ്റെ യൂസ് ചെയ്ത് ചെറിയൊരു എംബ്രോയ്ഡറി സ്ലീവ്സിൻ്റെ എൻഡിലോ അല്ലെങ്കിൽ ഒരു നെക്ക് പോർഷനിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇതാണ് ബ്ലൗസ് പീസ് പ്ലെയിൻ ഇതിൽ വന്നിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതും ഫുള്ളും എല്ലാത്തിലും കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലോറൽ പാറ്റേണും കൂടിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ കോഡ് വരുന്നത് VLC135, പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1349. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ലൈറ്റ് കളേഴ്സിൽ വീഡിയോ എടുക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ ഫുള്ള് ഡാർക്ക് കളേഴ്സാണ് എൻ്റെ കൈ കിട്ടുന്നത്. അത് തൻ്റെ കൈ കിട്ടുന്നത് മാത്രമല്ല, നമുക്കിവിടെ പൊതുവേ മാമിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് കളേഴ്സ് ആണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ ആദ്യം കൈ വയ്ക്കുന്നത് നമ്മൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആണല്ലോ.
പിന്നെ ഇവിടെ പറഞ്ഞ് നമുക്ക് ഡാർക്ക് കളേഴ്സ് സ്പെഷ്യലായിട്ട് എടുപ്പിച്ച് പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം കൈ കിട്ടിയതായിരിക്കാം മിക്കവാറും. ബ്യൂട്ടിഫുൾ കളേഴ്സ് അല്ലേ ചേച്ചി? എല്ലാം നല്ല കളേഴ്സാണ്. ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ള കളേഴ്സാണ്. എല്ലാ സ്കിൻ ടോണും ചേരുമല്ലേ? പൊതുവെ ചേരുന്ന ടോൺസ് തന്നെയാണ്. പിന്നെ ഭയങ്കര ലൈറ്റും അല്ല. അപ്പൊ നമുക്ക് ഈവൻ ആ ഒരു മീഡിയം സ്കിൻ ടോണിലുള്ളവർക്കും ചേരുന്ന ഒരു ടോൺസ് ആണ്. എനിക്ക് ചേരുമല്ലോ. ചേരും. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പിങ്ക്, അനിയൻ പിങ്ക് അല്ലേ? കുറച്ചൊരു അനിയൻ ഒരു ലാവൻഡർ തിണ്ട് വരുന്ന ഒരു അനിയൻ പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല മെറ്റീരിയലാട്ടോ. ടസറിന്റെ ആ ഒരു ഗ്ലോസ് ഇതിന് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സർഫസ് ഫിനിഷിങ് കുറച്ച് നാൾ കൂടുതലായിട്ട് ലാസ്റ്റ് ചെയ്യും. നമുക്ക് ബോഡിയിൽ വന്നിരിക്കുന്നത് മിഷൻ എംബ്രോയിഡറി ആണ്. ഫുൾ മിഷൻ എംബ്രോയിഡറിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. എൻഡിലായിട്ട് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പിടിച്ച് കാണിച്ചു കൊടുക്കാം കേട്ടോ. കുഴപ്പമില്ല. എൻഡിലായിട്ട് ബോഡിയിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഡീറ്റെയിൽ ആണെങ്കിലും എൻഡിലായിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ബ്യൂട്ടിഫുൾ ഡീറ്റെയിലിംഗ്. ആ ഒരു പേൾ വൈറ്റ് ഷെയ്ഡും കൂടെ ആണ്. അപ്പോൾ ഇത് പൊതുവേ നമുക്ക് ഓർഗൻസ പ്യുവർ ടസറിൽ വരുന്ന ഓർഗൻസാസിൻ്റെ അകത്തും ടസേഴ്സിൻ്റെ അകത്തും ഒക്കെ ഈ കളക്ഷൻസ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു ബഡ്ജറ്റ് ഓപ്ഷൻ ആണ്. ഈ പ്രൈസ് റേഞ്ച് ഉള്ളൂ കേട്ടോ. ഇത് ഭയങ്കര കുറവാണ്. 479 ഉള്ളൂ. ഭയങ്കര നല്ല പ്രൈസ് റേഞ്ചാണ്. അത് ശരിക്കും ആ പ്യുവറിൻ്റെ ഫീല് വരുന്നുമുണ്ട്. ഓർഗൻസയിൽ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന ഒരു എംബ്രോയിഡറി. പിന്നെ നമ്മുടെ ഫോർ സൈഡിലും ലേസിന്റെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടല്ലേ. ഇതൊരു പേൾ ഓർണമെന്റ്സിന്റെ കൂടെ ഇടുമ്പോൾ കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ട് ഭയങ്കര ക്യൂട്ടായിരിക്കും. ആ ഒരു ഭയങ്കര എലഗന്റ് ക്യൂട്ട് ലുക്കാണ് ശരിക്കും പേൾസിന്റെ കൂടെ ഈ ഒരു ലുക്ക് വരുമ്പോഴത്തേക്ക്. സോളിഡ് ആയിട്ടുള്ള സറ്റൂൺ ബോട്ടം ആണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക്. ഇപ്പം ഇൻ കേസ് നമുക്കൊരു ഓർഗൻസയിൽ വരുന്ന പാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് വൈറ്റിൻ്റെ ഒക്കെ ഇത് നമുക്ക് ലൈനിങ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു സ്ട്രൈറ്റ് ഫിറ്റ് പാൻസ് ഒക്കെ നല്ലതായിരിക്കും. സിഗരറ്റ് ആണെങ്കിലും ക്ലാസ്സിയാണ് എല്ലാം. അത് നമ്മളുടെ ഒരു പേഴ്സണൽ സ്റ്റൈൽ ചിലപ്പോൾ നമ്മുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ട് ബോട്ടത്തിൻ്റെ വേരിയേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർക്ക് അത് ഭയങ്കര വൈഡ് ലെഗ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഷോർട്ടർ ഫീലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പൊതുവേ എനിക്ക് ഒരുപാട് വൈഡും ലോങ് ടോപ്പും വരുമ്പോഴത്തേക്കൊന്ന് ഷോർട്ടർ ഫീൽ വരും. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതൊരു പെയിൽ ഗ്രീൻ ആണോ? പെയിലായിട്ട് വന്നിരിക്കുന്ന ഒരു ടീ ഗ്രീൻ ഷെയ്ഡാണ് തോന്നുന്നത്. ടീ ഗ്രീൻ ടോണാണ്. ഞാൻ കളേഴ്സ് അത്യാവശ്യം അറിയാം. പക്ഷെ ഇതൊക്കെ കളേഴ്സ് വരുമ്പോൾ നമ്മളൊന്നും ആലോചിക്കും കേട്ടോ. അതാ ഡൗട്ട് ചോദിക്കുന്നത്. കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തന്നാൽ മതിയല്ലോ. എല്ലാ നമ്മളെ സൽവാർ സെറ്റിലും സെയിം എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് തന്നെ കൊടുത്തിട്ടുള്ളത്. കളർ ചേഞ്ചിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെന്നാലും ഈ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോഴാണ് ആ കളറിന്റെ ഭംഗി ശരിക്കും പറഞ്ഞാൽ അറിയാൻ പറ്റുന്നത്. ഒരു ചർച്ച് വെഡിങ്ങിന് നല്ലതായിരിക്കും. എലഗന്റ് ലുക്ക് തരും ഡെഫിനറ്റ് ആയിട്ടും. അത് ഏജ് ഗ്രൂപ്പും ഒരു പ്രശ്നമല്ല. സുഗതയുടെ അമ്മയ്ക്കാണെങ്കിലും കംഫർട്ടബിൾ അല്ലേ ഇടാൻ ഈ ഒരു സ്റ്റൈല്. നെക്സ്റ്റ് ലുക്ക് ഒരു ഷെയ്ഡും കൂടിയാണ് വരുന്നത് ഇതിൻ്റെ അകത്ത്. ഇതൊരു പിസ്ത ടോണിൽ വരുന്ന ഗ്രീനാണ് കേട്ടോ. ത്രീ കളേഴ്സിലും ഇത് കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കളർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിനകത്തൊരു ലെമൺ ടിൻറ്റും കൂടെ വന്നിട്ടുണ്ട്. ഒരു ഗ്രീൻ പിസ്ത ലെമൺ അങ്ങനെയുള്ളൊരു ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. നല്ല കളറാട്ടോ. നല്ല റിഫ്ലെക്സ് ഗുഡ് ആണ് ആ സ്കിൻ ഓൾസോ. പ്രൈസ് റേഞ്ച് വരുന്നത് 247 റേഞ്ചിൽ. നമുക്കിത് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ വന്നിരിക്കുന്ന കളക്ഷനാണ്. ആൻഡ് ഇതെല്ലാം റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്ന ലുക്സാണ്. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. ആൻഡ് വേർ ടു ഷോപ്പ്? ചെക്ക് വെബ്സൈറ്റ് www.aham.store.